സുരേഷ്, 2019 ജനുവരി മാസമാണ് CMRL ആദായ നികുതി വകുപ്പ് റെയ്ഡ്. 2019 കേട്ടോ, വർഷം 4 മുമ്പ്. ആ അവിഹിത തുരങ്ക ഇടപാടുകളുടെ എല്ലാ വിവരങ്ങളും നികുതി വകുപ്പിന് അന്നേ കിട്ടി അറിയാൻ കഴിയുന്നു. 2020 ED കാര്യം 2021 ജനുവരിയിൽ ED ആവശ്യപ്രകാരം ROC എക്സാലോജിക്കിന് അയച്ച കത്ത് ഈ ഹൈക്കോടതി കർണാടക ഹൈക്കോടതിയിലേക്ക് വരുമ്പോഴാണല്ലോ ഇത് പെട്ടെന്ന് പൊട്ടി വീണതല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ആ കത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന കർണാടക ഹൈക്കോടതി വിധിയുടെ ഉത്തരവിൽ. പിന്നെ ആ വ്യവഹാരങ്ങൾ ഒട്ടകപ്പക്ഷി മണ്ണിൽ തലപൂഴ്ത്തും പോലെ ഒരു സുഷുപ്തിയിലാണ്, ഒരു സംശയാസ്പദ ഹൈബർനേഷൻ. പിന്നെ അത് സടകുടിഞ്ഞിരിക്കുന്നത് എപ്പോഴാണ്? 2023 ഓഗസ്റ്റ് 8 മലയാള മനോരമ പത്രത്തിൽ ജോബി തോമസിന്റെ ബൈനിൽ വാർത്ത വരുമ്പോൾ മാത്രം. വാർത്ത വന്നിരുന്നില്ലെങ്കിലോ ഹൈബർനേഷൻ തുടരുമായിരുന്നില്ലേ? അതാണ് ഒത്തുകളിയുടെ സംശയമായി പ്രതിപക്ഷ നേതാവും ജിൻഡോയും ആരോപിക്കുന്ന മറുപടി. അഡ്വക്കേറ്റ് സുരേഷ്, പ്രതിപക്ഷ നേതാവിനെ പോലെ ഇത്രയും ഗതികെട്ട ഒരു നേതാവ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണം, ആ അന്വേഷണത്തിൻ്റെ തണലിൽ, ആ അന്വേഷണത്തിൻ്റെ വെളിച്ചത്തിൽ പിച്ചും പേയും പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുകയും അതിനുശേഷം നിയമസഭയിൽ ഒത്തുകളിച്ച് ഈ വീണാ വിജയൻ്റെ വിഷയം പുറത്തു വരുമ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനോരമ പത്രത്തിൽ തന്നെ പുറത്തു വരുന്ന സമയത്ത് കേരളത്തിൻ്റെ നിയമസഭ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ നിയമസഭ കൂടുന്ന സമയത്ത് ഒരുമാതിരി കള്ളനും പോലീസും കളിക്കുന്ന പണിയായിരുന്നു പിണറായി വിജയനും VD സതീശനും നിയമസഭയിൽ കാണിച്ചത്. ആ സമയത്ത് ഒരു സബ്മിഷൻ ഉന്നയിക്കാനോ ഇതിനെ സംബന്ധിച്ച് ചർച്ച നടത്താനോ ചർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിച്ച സ്പീക്കർക്കെതിരെ മുന്നോട്ട് വരാനോ നിയമസഭ പ്രക്ഷുബ്ധമാക്കാനോ ഈ കോൺഗ്രസ്സുകാർ തയ്യാറായിട്ടില്ല. അതിനുശേഷം വീണ്ടും ഒരു സെഷൻ നടന്നു അസംബ്ലിയുടെ. ആ സെഷനിലും ഇത് ഗൗരവത്തിൽ ചർച്ച ചെയ്യാൻ കോൺഗ്രസിൻ്റെ ഒരു MLA എണീറ്റപ്പോൾ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്ത സമയത്ത് പോലും ഒരുമാതിരി സ്പീക്കറുടെ നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട് പിണറായി വിജയൻ്റെ ദാസനായിട്ട് പ്രവർത്തിച്ച പ്രതിപക്ഷ നേതാവാണ് ഈ കേരളത്തിലുള്ളത്. ഞാൻ ഈ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുന്നു, 5 കാതലായ ചോദ്യം ചോദിച്ചല്ലോ. ഈ 5 കാതലായ ചോദ്യത്തിൽ ഒരു കാതലായ ചോദ്യമെങ്കിലും നിങ്ങളുടെ വയനാട്ടിലെ MP ആയിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ പറ്റുമോ? അല്ലല്ല, സോണിയാ ഗാന്ധിക്ക് പിണറായി വിജയനോട് ചോദിക്കാൻ പറ്റുമോ? ഇല്ല, ഞാൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് അതിൽ എന്തിനാണ് അസ്വസ്ഥനാവുന്നത് എനിക്കറിയില്ല. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചോദ്യം ഇവിടെ ഇതാണ്. ശ്രീ സുരേഷ്, ഞാൻ അങ്ങേക്ക് കർണാടക ഹൈക്കോടതി വിധിയുടെ ഉത്തരവ് അയച്ചു തരാം. അതിൽ പറയുന്നുണ്ട്, 16-ാം പോയിന്റായി പറയുന്നു, അറൌണ്ട് ദ സെയിം ടൈം എ കമ്മ്യൂണിക്കേഷൻ ഈസ് സെൻഡ് ബൈ ദ രജിസ്ട്രാർ ഓൺ 29/1/2021 കോളിംഗ് ഫോർ ഇൻഫർമേഷൻ അണ്ടർ സെക്ഷൻ 206 ഓഫ് ദ ആക്ട് എന്ന് ഇറ്റ് ഡിഡ് നോട്ട് സ്പ്രിംഗ് ഫ്രം എയർ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ പൊട്ടി വീണതല്ല. ബട്ട് ഇറ്റ് വാസ് ഡ്യൂ ടു ദ ഇൻഫർമേഷൻ റിസീവ്ഡ് ഫ്രം ദ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റിഗാർഡിംഗ് ദ ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ CMRL ആൻഡ് ദ പെറ്റീഷണർ. 29/1/2021 EDക്ക് വിവരം അറിയാം. എവിടെയായിരുന്നു ED 3 വർഷം? ശ്രീ സുരേഷ്, ആ ചോദ്യത്തിന് ഡയറക്റ്റ് മറുപടി പറയാവുന്നതാണ്. ഹാഷ്മി ഇതെന്താ ED ഇന്ദിരാഭവനിൽ നിന്നാണോ EDയെ കൊണ്ട് 2019 2020 അന്വേഷിപ്പിച്ചത്? ആണോ? 2019 2020 ഇന്ത്യ ഭരിക്കുന്നതാരാ? ശരി, അത് കഴിഞ്ഞ് ഭരണം മാറിയില്ലല്ലോ. അതിന് ഉത്തരം പറയൂ. അല്ല, അത് കഴിഞ്ഞ് ഭരണം മാറിയോ ശ്രീ സുരേഷ്? 2019 കഴിഞ്ഞ് ഇവിടെ ഭരണം മാറിയായിരുന്നു കോൺഗ്രസിന്റെ? ഇല്ലല്ലോ. പിന്നീട് പത്രവാർത്ത വരുമ്പോഴാണെന്നേ പിന്നെ ഇതെല്ലാം കൂടെ സടകുടം എഴുന്നേക്കുന്നത്. അപ്പൊ അതുവരെ ഇത് അട്ടത്ത് വെക്കുന്നത് ഒത്തുകളിയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതിനിപ്പോ പ്രതിപക്ഷ നേതാവിന്റെ വണ്ടക്ക് കയറാതെ നേർക്കുന്ന യുക്തിപത്തിന് മറുപടി പറയാൻ അങ്ങേക്ക് മറുപടി ഉണ്ടെങ്കിൽ നേർക്കുന്ന രാഷ്ട്രീയ മറുപടി പറയാം. അല്ല ഹാഷ്മി ഒന്ന് നിർത്താമോ? എന്റെ ഊഴമാണ്. ആദ്യത്തെ ഊഴത്തെങ്കിലും മര്യാദയ്ക്കും മാന്യതയ്ക്കും എനിക്ക് സമയം തരൂ. താങ്കളുടെ രാഷ്ട്രീയ അജണ്ടയിൽ താങ്കളുടെ വിഷലിപ്തമായിട്ടുള്ള വാക്കുകൾക്ക് തൽക്കാലം ഒന്ന് വിരാമം ഇടൂ. ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ. താങ്കളൊന്ന് നിർത്തൂ. സതീശന്റെ പ്രധാനമന്ത്രി VD സതീശന്റെ പാർട്ടിക്കാരനായിരുന്നോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി? അല്ല. നരേന്ദ്രമോദി സർക്കാർ അഴിമതിക്കാരനെ കക്കാനും അനുവദിക്കില്ല, കക്കുകയും ചെയ്യില്ല എന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ നിലപാടുകളുടെ ഭാഗമായിട്ടാണ് ED ഈ എക്സാലോജി കമ്പനിയെ സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചത്. അതിനുശേഷം 15ഓളം പ്രാവശ്യം എക്സാലോജി കമ്പനിയുമായിട്ടുള്ള ഇടപാടുകൾ നടത്തുകയും എക്സാലോജി കമ്പനിയുടെ അതിൻ്റെ MD ആയിട്ടുള്ള വീണാ വിജയനെ വിളിച്ച് ചോദ്യം ചെയ്യുകയും രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ചെയ്തത് VD സതീശന്റെ ഇന്ദിരാഭവനിൽ നിന്നാണോ? മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിച്ച സമയത്താണോ? അല്ലല്ലോ. ED ചെയ്തില്ലേ? ED ചെയ്തില്ലേ? ഇല്ല. ED
ഇ ഡി ചെയ്തില്ല. കണ്ടെത്തിയതിന് ശേഷം ROC ചെയ്തില്ലേ സാർ? ഇ ഡി കണ്ടെത്തിയതിന് ശേഷം അല്ല ROC ചെയ്തത്. ഇ ഡി സാർ ROC അന്വേഷിക്കുന്നത് എന്താണ്? ROC അന്വേഷിക്കുന്നത് കമ്പനികാരുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആദായ നികുതി വകുപ്പിന്റെ 2019 റെയ്ഡിൽ നിന്നും ഗുരുതരമായ കാര്യങ്ങൾ നികുതി വകുപ്പിന് ബോധ്യമാവുകയും അതുവഴി ഇ ഡി എന്താണ് ഈ മണി ലോണ്ടറിംഗ് ആണ്, PMLA ആണ്, അല്ലെങ്കിൽ ഫെമയാണ്, അതുവരെയുള്ള കാര്യങ്ങൾ നടന്നു എന്ന് ഇ ഡിക്ക് ബോധ്യപ്പെടുകയും ഇ ഡി ROCയോട് ഈ കാര്യങ്ങൾ കൂടി ഇതിലെ കമ്പനി കാര്യങ്ങൾ കൂടി അന്വേഷിച്ച് പറ എന്ന് പറയുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ROC വരുന്നതാണ്. അല്ലാതെ ഇ ഡിക്ക് ROC ഇടുന്നതിന് ആവശ്യമില്ല. ഇ ഡിക്ക് നേരിട്ട് വരാം, വന്നില്ല. അവിടെയാണ് ഒത്തുകളി ആരോപിക്കുന്നത് പ്രതിപക്ഷ നേതാവ് എസ് സുരേഷ്. അല്ല, ഈ ഒത്തുകളി ഈ പ്രതിപക്ഷ നേതാവിനോട്, ഈ പ്രീതിപക്ഷ നേതാവിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതെല്ലാം ചെയ്തത് ROC ആരുടേതാ? കേന്ദ്ര സർക്കാരിൻ്റെതല്ലേ? അതോ ഇന്ദിരാഭവൻ്റെ കോൺഗ്രസ്സുകാരൻ്റെ രാഹുൽ ഗാന്ധിയാണോ ROCക്ക് നേതൃത്വം നൽകുന്നത്? അതുപോലെ തന്നെ ആദായ നികുതി തർക്ക പരിഹാര ഫോറം രാഹുൽ ഗാന്ധിയുടെ സോണിയാഗാന്ധിയാണോ നേതൃത്വം നൽകുന്നത്? ഇതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഇതിനെ സംബന്ധിച്ചുള്ള അന്വേഷണ ഏജൻസികളല്ലേ? ഇ ഡി ഒരു കാര്യം കണ്ടെത്തിയാൽ അത് ROCയെ ഏൽപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ തർക്കപരിഹാര ബോർഡ് അതിനെ സംബന്ധിച്ച് ഇൻട്രീം ഓർഡർ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം SFIOയ്ക്ക് അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിൻ്റെ ചുമതല മാറ്റുന്നു. SFIക്ക് അന്വേഷണ ചുമതല മാറ്റിയതിനെ സംബന്ധിച്ച് ഇവിടുത്തെ കേരളത്തിന്റെ ചെലവിൽ ഇവിടെ KSIDC കേരള ഹൈക്കോടതിയിൽ 2020 മുതൽ 2023 വരെയുള്ള കാര്യത്തിലെ അന്വേഷണ ഏജൻസികളുടെ മൗനം എന്തായിരുന്നു എന്ന് പറയാറിയോ? 2020 കണ്ടെത്തിയ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും 2023 പത്രവാർത്ത വരും വരെ അന്വേഷണ ഏജൻസികളുടെ മൗനം എന്തുകൊണ്ടാണെന്ന് പറയാമോ ശ്രീ സുരേഷ്? എൻ്റെ ഹാഷ്മി, നിങ്ങൾ VD സതീശൻ്റെ നാവെടുത്തു വെച്ച് ഇവിടെ ആക്രമണം നടത്തുന്നതിന് മുമ്പ് VD സതീശനോട് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ കേൾക്കാൻ നിങ്ങൾ അനുവദിക്ക്. ഞാൻ VD സതീശനോട് കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് ചോദിക്കുന്നു, 30 വർഷത്തിലേറെ കേരളം ഭരിച്ചില്ല കോൺഗ്രസ്സുകാർ. ഏതെങ്കിലും ഒരു CPM നേതാവിനെതിരെ എന്തെങ്കിലും നിലപാടെടുത്ത് ജയിലിലടയ്ക്കാനോ നടപടിയെടുക്കാനോ 30 വർഷത്തെ കോൺഗ്രസ് ഭരണകൂടം ഈ കേരളത്തിൽ സാധിച്ചിട്ടുണ്ടോ? ഇന്ത്യ മുഴുവൻ കോൺഗ്രസ്സുകാരൻ ഭരിച്ചില്ലേ 60 വർഷക്കാലം? പശ്ചിമ ബംഗാളിലും ത്രിപുരയിൽ ഉൾപ്പെടെ കൊടിയ അഴിമതിയും കൊള്ളയും കൊലപാതകവും നടത്തിയ CPMനെതിരെ തൻ്റെ ഇടമുള്ള അന്തസ്സുള്ള എന്തെങ്കിലും നിലപാടെടുക്കാൻ കോൺഗ്രസിന് ഇന്ത്യയുടെ ചരിത്രത്തിൽ സാധിച്ചിട്ടുണ്ടോ? BJP ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് കോൺഗ്രസിനും പ്രസക്തിയില്ല, CPMനും പ്രസക്തിയില്ല. ഞാൻ സ്പെസിഫിക് അങ്ങോട്ട് ചോദിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന് 4 നോട്ടീസ് അയച്ച ഇ ഡി, ഇവിടെ ഡൽഹിയിലെ 2 മന്ത്രിമാരെ പിടിച്ചകത്തിട്ട ഇ ഡി, ഇവിടെ മറ്റ് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലൊക്കെ മന്ത്രിമാരെ പിടിച്ചകത്തിടുന്ന ഇ ഡി, 2019 റെയ്ഡ് നടന്ന് 2020 കാര്യങ്ങൾ അറിഞ്ഞ് 2021 ROC കൊണ്ട് കത്തെഴുതിച്ച ഇ ഡി 2023 വരെ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് സ്പെസിഫിക് ആണെങ്കിൽ മറുപടി ഉണ്ടെങ്കിൽ. അതില്ലാത്തതുകൊണ്ടാണ് ജനറൽ രാഷ്ട്രീയം പറയുന്നത് അങ്ങ് CS സുരേഷ്. ഹാഷ്മി താങ്കൾ BJPയുടെ നിലപാടിനെയും BJPയുടെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തെയും ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് ചെറുതാക്കാൻ ശ്രമിക്കണ്ട. താങ്കൾക്കൊക്കെ ഇതൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. മറുപടി പറഞ്ഞാൽ നമ്മുടെ ചർച്ച എതിരായിട്ടാണ് കോൺഗ്രസിന് ഇത്രയും കാലമായിട്ട് ഈ കേരളത്തിൽ എന്റെ വളരെ ലളിതമായ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ ലളിതമായിട്ടുള്ള നിക്ഷിപ്ത വിക്ഷലിപ്തമായിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്ന അതേപടി ഉത്തരം പറയാനല്ല ഞാൻ ഇരിക്കുന്നത്. എന്റെ പാർട്ടിയുടെ നിലപാട് സുവ്യക്തമായിട്ട് പറയാനാണ് ഞാൻ ഇരിക്കുന്നത്. ചാനലിൽ എന്നെ അനുവദിച്ചില്ലെങ്കിൽ എനിക്ക് ഈ പണിയിൽ ഇരിക്കണമെന്നില്ല. ഇന്ത്യ ഭരിക്കുന്നത് BJP. മനസ്സിലായാൽ മതി. താങ്കൾ ഇത്ര അസ്വസ്ഥമാകേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം താങ്കൾ ഇത്ര അസ്വസ്ഥമാകേണ്ട കാര്യമില്ല. വീണ വിജയനെതിരെ അന്വേഷണം നടത്തുന്നത് താങ്കൾ ഇത്രയും അസ്വസ്ഥമാകേണ്ട കാര്യമില്ല. സാർ, എന്റെ ഒരു ലളിതമായ ചോദ്യം മാത്രമാണ് താങ്കൾ ഇത്രയും വല്ലാതെ സുരേഷ്, എന്റെ ലളിതമായ ഒരു ചോദ്യത്തിന് മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് താങ്കൾ ഇത്രയും വിഭ്രാന്തനാകുന്നതെന്ന് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകും. എന്റെ വളരെ ലളിതമായ ചോദ്യം ഞാൻ ചോദിക്കുന്നത് എന്താണ്? ഞാൻ മറുപടി ആഗ്രഹിക്കുന്നത്, എനിക്ക് മറുപടി വേണം സുരേഷ്. എന്റെ ചോദ്യം കോൺഗ്രസ്സുകാരനും ആഗ്രഹിക്കുന്ന CPM അതിലേക്കൊന്നും പോകണ്ട. ഞാൻ ചോദിക്കുന്നത് എന്താണ്? കർണാടക ഹൈക്കോടതി ഉത്തരവിന്റെ കർണാടക ഹൈക്കോടതി എഴുതി വെച്ച ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ എന്റെ ലളിതമായ ചോദ്യമാണ്. 2020 തന്നെ ED ക്ക് അറിയാമെങ്കിൽ 2021 EDയുടെ നിർദ്ദേശപ്രകാരം ROC വിഷയങ്ങൾ ഏറ്റെടുത്തു തുടങ്ങിയെങ്കിൽ 2020 മുതൽ 2023 വരെ ED എവിടെയാണ് എന്ന് വളരെ സിമ്പിൾ ചോദ്യമല്ലേ സുരേഷ്?
ED അന്വേഷിക്കേണ്ട അവസ്ഥ ആയിട്ടില്ല. ED അത് ROCക്ക് റെഫർ ചെയ്തു. ED അത് SFIOയ്ക്ക് റെഫർ ചെയ്തു. അതിനെ സംബന്ധിച്ച് അത് SFIOയ്ക്ക് ബാങ്കിങ് മേഖലയിൽ അന്വേഷിക്കാനുള്ള അധികാരമുണ്ട്. SFIക്ക് കോർപ്പറേറ്റ് മേഖലയിൽ അന്വേഷിച്ച് വിവരങ്ങൾ കണ്ടെത്താനുള്ള അധികാരമുള്ളത് SFIക്കാണ്. അതോടൊപ്പം തന്നെ ടാക്സ് മേഖലയിൽ അന്വേഷിച്ച് ഉത്തരം കണ്ടെത്താനുള്ള ചുമതല SFIക്കാണ്. ഫോറൻസിക് മേഖലയിൽ അന്വേഷിച്ച് ഉത്തരം കണ്ടെത്താനുള്ള ചുമതല SFIക്കാണ്. അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ച് തീർന്നില്ല. അങ്ങ് വീണ്ടും എൻ്റെ ഉത്തരം പ്രേക്ഷകരിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കുതന്ത്രമാരെ നോക്കുകയാണ്. എൻ്റെ ഉത്തരം പോട്ടെ, അക്ഷമനാകാതിരിക്കൂ. ക്യാപിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള അധികാരം SFIക്കാണ്. അതോടൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക നിർവഹണത്തിലെ നിയമപരമായ പ്രശ്നങ്ങൾ അന്വേഷിക്കാനുള്ള പൂർണ്ണ അധികാരം SFIക്കാണ്. അതുപോലെ തന്നെ ഇതിലൊന്നും വിവക്ഷിക്കപ്പെടാത്ത സാമ്പത്തികവുമായി ബന്ധപ്പെട്ട സകല വിഷയങ്ങളും അന്വേഷിക്കാനുള്ള, അറസ്റ്റ് ചെയ്യാനുള്ള, നടപടിയെടുക്കാനുള്ള പൂർണ്ണ അധികാരമുള്ളതാണ് SFIO. ആ SFIO അന്വേഷിച്ച് മണി ലോണ്ടറിംഗുമായിട്ട് ബന്ധപ്പെട്ട വിഷയം മാത്രമേ ED അന്വേഷിക്കേണ്ടതായിട്ടുള്ളൂ. സർ, the communication sent to the petitioner on 29/1/2021 അല്ല സർ, VD സതീശൻ കർണാടക ഹൈക്കോടതി ഉത്തരവ് കടമെടുക്കുകയാണ്. സർ, കർണാടക ഹൈക്കോടതി ഉത്തരവ് കടമെടുക്കുകയാണ്. താങ്കൾക്ക് മറുപടി ഇല്ലെങ്കിൽ താങ്കൾ എന്നെ ഒന്നുകിൽ പഴയ SFIക്കാരനാക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ പഴയ VD സതീശനാക്കും. താങ്കൾക്ക് മറുപടി ഇല്ലെങ്കിൽ ഒന്നുകിൽ പഴയ SFIക്കാരനാക്കും, ഇല്ലെങ്കിൽ VD സതീശനാക്കും. പോട്ടെ, എനിക്കതിൽ പരിഭവമില്ല. ഞാൻ ആധാരമാക്കുന്ന കർണാടക ഹൈക്കോടതി ഉത്തരവാണ്. കർണാടക ഹൈക്കോടതി ഉത്തരവാണ്. ഈ ചർച്ചയിലല്ല, ഈ ചർച്ചയിലല്ല, നേരത്തെ ഒരു ചർച്ചയിൽ താങ്കൾ തരാതരം പോലെ അങ്ങനെ ആക്കാറുണ്ടെന്ന് പറഞ്ഞ പോട്ടെ, അത് പോട്ടെ. ഞാൻ ഏത് ചർച്ചയിലാ താങ്കളെ താങ്കൾക്ക് പഴയ SFIക്കാരനെന്ന് പറയുന്നതിൽ നാണമില്ലെങ്കിൽ അത് എനിക്ക് ഒരു നാണമില്ല. ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്തു, എനിക്ക് ഒരു നാണമില്ല, അഭിമാനമുള്ളൂ. പോട്ടെ, അത് വിട്. നമ്മുടെ ചർച്ച അതല്ലോ. ഞാൻ ആധാരമാക്കുന്നത് എന്താണ്? സർ, ഞാൻ ആധാരമാക്കുന്നത് എന്താണ്? സുരേഷ്, താങ്കൾക്ക് എന്റെ ചോദ്യത്തിന് നേർക്കുന്നവർ മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ താങ്കൾ ഇങ്ങനെ വേലി ചാടി കിടന്ന് അങ്ങ് ബീറ്റിംഗ് അറൗണ്ട് ബുഷ് ആവുന്നത്. സർ, ബീറ്റിംഗ് അറൗണ്ട് ബുഷ് ആക്കുന്നത്, സർ, ബീറ്റിംഗ് അറൗണ്ട് ബുഷ് ആക്കുന്നത് എന്റെ ചോദ്യത്തെ താങ്കൾക്ക് നേരിടാൻ ഭയമായതുകൊണ്ടാണ്. എന്റെ ചോദ്യത്തെ നേരിടാൻ ഭയമായതുകൊണ്ടാണ് താങ്കൾ എന്തൊക്കെയോ പറഞ്ഞ് ബീറ്റിംഗ് അറൗണ്ട് ബുഷ് ആക്കുന്നത്. ഒരു 5 നിമിഷം തരാമോ? ഒരു 5 നിമിഷം തരാമോ? എന്നെ ഭയക്കുന്നതല്ല സർ, എന്നെ ഭയക്കുന്നൊന്നല്ല സർ, എന്റെ ചോദ്യത്തിന് മറുപടി ഇല്ലാത്ത ഭയമെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു 5 നിമിഷം അങ്ങ് മിണ്ടാതിരുന്നാൽ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു കേമനല്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കരുത് ചർച്ചയിൽ. 5 നിമിഷം, ഒരു 5 നിമിഷം അങ്ങ് എന്തൊക്കെയോ പറയാതെ മിണ്ടാതിരുന്നാൽ ഞാൻ ചോദിക്കാം. ആരെയും ഭയക്കണ്ടെന്നേ സർ, ആർക്കും ആരെയും ഭയക്കണ്ട. ചോദ്യത്തിന്റെ മറുപടിയെ ഭയക്കാതിരുന്നാൽ മതി, ചോദ്യത്തെ ഭയക്കാതെ. ഞാൻ ചോദിക്കണ്ട. കർണാടക ഹൈക്കോടതിയുടെ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇരിക്കുന്നതെന്ന് ഹാഷ്മി എന്താ ഭീകരവാദിയാണോ? ഭീകരജീവിയാണോ? ബീഭത്സ ജീവിയാണോ? താങ്കളൊരു സുന്ദരനല്ലേ? താങ്കളെ എന്തിനാ ഞങ്ങൾ ഭയക്കണം? താങ്കളുടെ രൂപമോ ഭാവമോ ഒന്നും തന്നെ ഭയപ്പെടുത്തുന്നതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ സുരേഷ്, അങ്ങ് ഈ കോണ്ടസ്റ്റ് ഒക്കെ വിട്ട് എന്തൊക്കെയോ പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. പോട്ടെ, ശ്രീ സുരേഷ്, ഞാൻ ആധാരമാക്കുന്നത് കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവാണ്, വിധിയാണ്. അതിൽ പറയുന്നു, ദ കമ്മ്യൂണിക്കേഷൻ സെന്റ് ടു ദ പെറ്റീഷണർ ഓൺ 29/1/2021 റീഡ് as follows. Sir, with reference to the above subject, I am to state that this office has received a reference from Directorate of Enforcement, Bengaluru, regarding the transactions between Cochin Minerals and Retail Limited, CMR Exalogic Solution Private Limited. സാർ, താങ്കൾ പറയുന്നത് പോലെ ED അന്വേഷണത്തിൽ ഇപ്പോൾ വരാൻ ആവശ്യമില്ലെങ്കിൽ എന്തിനാണ് EDയുടെ റെഫറൻസ് എടുക്കുന്നത്? ROC. ശ്രീ സുരേഷ്, EDക്ക് കമ്പനിയാരെ നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ED നോക്കുന്നത് എന്താണ്? കള്ളപ്പണം, ഇപ്പൊ PMLA ആണ്, മണി ലോണ്ടറിംഗ് ആണ്. എന്തിനാണ് EDയുടെ റെഫറൻസ് എടുക്കുന്നത്? അപ്പോ ഹാഷ്മി എന്ത് വിവരക്കേടാ നിങ്ങൾ ഈ ചോദിക്കുന്നത്? ഹാഷ്മി ഒരു പേപ്പർ തുണ്ട് എഴുതി കൊടുത്താൽ അതുപോലെ റെഫറൻസ് ആക്കും ഒരു അന്വേഷണ ഏജൻസി. എന്ത് റെഫർ ചെയ്യണം, ഏത് ആധികാരികമായിട്ട് കണക്കാക്കണം, ഏത് എവിഡൻസ് എടുക്കണമെന്ന് ഹാഷ്മിയാണോ തീരുമാനിക്കുക? സാർ, എന്റെ പേപ്പർ തുണ്ട് പോലെയാണോ താങ്കൾ EDയുടെ റെഫറൻസിനെ കാണുന്നത്? വിവരം കേട്ട ചോദ്യം. സാർ, ഇങ്ങനെ കേന്ദ്ര ഏജൻസികളെ വില കുറച്ച് കാണല്ലേ? ഒരു BJP പ്രതിനിധി ഇങ്ങനെ കേന്ദ്ര ഏജൻസികളെ വില കുറച്ച് കാണല്ലേ? ശ്രീ സുരേഷേ, ഹാഷ്മിയുടെ പേപ്പർ തുണ്ട് പോലെയാണോ EDയുടെ റെഫറൻസ്? ഹാഷ്മിയുടെ പേപ്പർ തുണ്ട്, ഹാഷ്മിയുടെ പേപ്പർ തുണ്ട് പോലെയാണ് EDയുടെ റെഫറൻസ്. അയ്യേ കഷ്ടം ശ്രീ സുരേഷ്.
അയ്യേ കഷ്ടം ശ്രീ സുരേഷ്, അത്രേ പറയാനുള്ളൂ. താങ്കൾ എത്ര ബാലിശമായ, അത് മനസ്സിലായി, താങ്കൾ അത് എത്ര മനസ്സിലായി, അത് കേട്ടവർക്ക് മനസ്സിലായി. ചോദ്യമാണ് ചോദിച്ചത്. ഇഡിയുടെ റെഫറൻസിനെ ഒരു ഹാഷ്മിയുടെ പേപ്പർ അന്വേഷണ കൊണ്ടുപോകാൻ കണക്കാക്കാണോ? ഇഡിയുടെ റെഫറൻസിനെ PMLA പോലെ വലിയ ഏജൻസിക്ക് സത്യം കണ്ടെത്തണമെങ്കിൽ ശരി 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 ഓക്കെ ഓക്കെ PMLA പോലെ വലിയ അധികാരങ്ങളുള്ള ഒരു ഏജൻസിയുടെ റെഫറൻസിനെ ഹാഷ്മിയുടെ പേപ്പർ തുണ്ടായി പറയല്ലേ ശ്രീ സുരേഷ്? അത് അന്വേഷണ ഏജൻസി എഴുതി കാണിക്കലാണ്. ഒരു തുണ്ട് എഴുതി കൊടുത്താൽ പോലും അതിൽ വസ്തുതയുണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് അത് ശരി ശരി ഓക്കെ 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 അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ അഡ്വക്കേറ്റ് അസ്കർ ഓക്കെ പിന്നെ വല്ല തെറ്റുണ്ടോ? ഒരു തെറ്റില്ല ഞാൻ പറയുന്നത്, തെറ്റില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിൽ ഇഡിക്ക് ബാധകമാവുന്ന എന്തോ കണ്ടെത്തിയിട്ട് ROCയോട് അതുകൂടി അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ഇഡി എവിടെയെന്നെ ചോദ്യം, അതിന് മറുപടി ഇല്ല. പിണറായി വിജയന്റെ മകളെ അറസ്റ്റ് ചെയ്യാൻ സമയമായി എന്നുള്ളതാണോ നിങ്ങളുടെ പ്രശ്നത്തിന് കാരണം? ഇഡിക്ക് പിണറായി വിജയന്റെ വീട്ടിലേക്ക് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എത്തി. അങ്ങനെ ഒന്നുമില്ല. ഇഡിക്ക് അറിയേണ്ടതായ കാര്യങ്ങൾ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളതാണോ VD സതീശന്റെയും രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസുകാരുടെയും വിഷയം? ഇഡിക്ക് അറിയേണ്ട കാര്യങ്ങൾ 2020 ഇഡി അറിഞ്ഞിട്ടും 2023 വരെ ഇഡി എവിടെയാണ്, ഇപ്പോഴും ഇഡി എവിടെയാണെന്ന് വളരെ ലളിതമായ ചോദ്യം ചോദിച്ചുള്ളൂ. പോട്ടെ സുരേഷ്, മറുപടി വിട്ടേക്ക്.